സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നേതാക്കളെല്ലാം പറഞ്ഞു, എന്താണ് KPCC അല്ലെങ്കിൽ AICC ഒന്നും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല, എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല, നിലവിലെ MP മാർ മത്സരിക്കണോ എന്ന് പോലും പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളും പറഞ്ഞു സാധ്യത വളരെ കുറവാണ്. പക്ഷേ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് എന്താണ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. MLA സ്ഥാനം നിലവിൽ MLA ആണല്ലോ. അപ്പോൾ നിലവിലെ സീറ്റിൽ മത്സരിക്കാൻ സാധ്യത വരുമ്പോൾ മത്സരിക്കുകയാണെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പരിഗണനയിൽ കേൾക്കുന്ന ഒരു പേര് ഷാഫി പറമ്പിലിൻ്റെതാണ്. യുവാവാണ്, നിലവിൽ MP ആണ്. അപ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ബാധിക്കില്ല, കാര്യം MP ആയതുകൊണ്ട്, MLA സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ടും. പിന്നെ ഷാഫി പറമ്പിൽ യൂത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറം പാർട്ടി വിലയിരുത്തുന്ന ഒരു കാര്യം, ഷാഫിയെ KPCC പ്രസിഡന്റ് ആക്കിയാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കാര്യം യൂത്ത് കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു വലിയ പങ്ക് ഷാഫിക്കുണ്ട്. കാര്യം ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ആന്റണി വയലാർ നിന്ന് KSU കൊണ്ട് പടുത്തുയർത്തിയ പോലെ രണ്ടാമത് യൂത്ത് കോൺഗ്രസിന് ഒരു ജീവൻ നൽകിയത് ഷാഫി പറമ്പിലാണെന്ന് പറയാൻ കഴിയും. അപ്പൊ KPCC കുറച്ചുകൂടി, അല്ലെങ്കിൽ ഇപ്പൊ KPCCയുടെ ഒരു ഹൈപ്പിലാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സണ്ണി ജോസഫ് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന KPCC പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിലിന് കൊടുത്താൽ അത് പാർട്ടിക്കും തെരഞ്ഞെടുപ്പിനും ഗുണമാകുമെന്നാണ് ഒരു നിരീക്ഷകർ പറയുന്നത്. അപ്പൊ എന്താണ് ചേട്ടൻ എന്ത് തോന്നുന്നു? അല്ല, യഥാർത്ഥത്തില് പിണറായിക്കെതിരെ ധർമ്മടത്ത് ആര് മത്സരിക്കും, ഇതൊരു ചോദ്യമാണ്. കഴിഞ്ഞ തദ്ദേശ ഇലക്ഷന്റെ റിസൾട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ ജനപിന്തുണയുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ഈ സർക്കാരിനെതിരോടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരം, അഹങ്കാരം, പുച്ഛം, സകല മേഖലയിലും അഴിമതി, കറണ്ട് ബില്ല് മുതൽ നമ്മൾ സാധാരണ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട പഞ്ചായത്തിൽ അടയ്ക്കേണ്ട പൈസയുണ്ടല്ലോ, അത് പോലും ഇരട്ടിയല്ല. അതിൻ്റെ എത്ര ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്? 500 അടയ്ക്കേണ്ടടുത്ത് 15,000-ഉം 1000 അടയ്ക്കേണ്ടടുത്ത് 30,000-ഉം ആക്കി വർദ്ധിപ്പിച്ചു. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇത് താങ്ങുക? വെള്ളക്കരം കൂട്ടി, വീണ്ടും ഈ കറണ്ട് ബില്ല് കൂട്ടുക എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകതയുണ്ട്. കാരണം ഇങ്ങനെ വളരെ പതുക്കെ കൂട്ടും, എന്നിട്ട് ദേശാഭിമാനി മാത്രം അത് എവിടെയെങ്കിലും കോളത്തി കൊടുക്കും. എല്ലാ പത്രങ്ങളും അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇനി ഇന്ത്യൻ റെയിൽവേയോ മറ്റു ആരെങ്കിലും ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം DYFI സമരത്തിലിറങ്ങും. ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പിണറായിക്കെതിരെ ധർമ്മടത്ത് ഷാഫി പറമ്പിൽ പോരാട്ടത്തിൽ ഇറങ്ങിയാൽ അവിടെ ഒരുപക്ഷെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചേക്കാം എന്നുള്ള നിലയിലാണ് വിലയിരുത്തലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം സൗവർണിക പറഞ്ഞതുപോലെ MP മാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടില്ല. ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഈ MP മാർ മത്സരിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്ന്, MP മാർക്ക് സ്ഥാനമോഹം ഉണ്ട് എന്നുള്ളൊരു നെറേറ്റീവ് ജനങ്ങൾക്കിടയിലേക്ക് പോകും. രണ്ടാമത്തത്, ഈ ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസിന് അംഗങ്ങളാണ് കൂടുതൽ വേണ്ടത്. കോൺഗ്രസിന്റെ നിലപാടുകൾ പറയാൻ, ഈ പലതരത്തിലുള്ള അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ, ഇതൊക്കെ മാക്സിമം MP മാരെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രമുഖ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ MP മാരുടെ വർധനവ് ആവശ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ MP മാർ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു വിലയിരുത്തലുണ്ട്. എന്നാലും ചിലപ്പോൾ 1-2 MP മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇളവ് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ആ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന സണ്ണി ജോസഫ് പേരാവൂരിൽ ഇപ്പം നിലവിലെ പേരാവൂരിലത്തെ MLA ആണ്. അദ്ദേഹം അവിടെ നല്ല പേരുള്ള, ജനകീയനായിട്ടുള്ള, അടിത്തറയുള്ള നേതാവാണ്. വളരെ കൃത്യമായി കണിശമായി കോൺഗ്രസ് പാർട്ടിയുടെ എന്തൊക്കെയാണോ ആ സംഘടനാ സംവിധാനം അതിലൂടെ പോകുന്ന ആളാണ്. അപ്പം അദ്ദേഹം എന്തായാലും ഈ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം അവിടെ മത്സരിക്കും. അപ്പോൾ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും KPCCയുടെ ചുമതല ഒരു നേതാവിന് കൊടുക്കേണ്ടി വരും. അത് ആർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അങ്ങനെ ഉയർന്നു വരുന്ന സമയത്താണ് ഷാഫി പറമ്പിൽ എന്ന പേരിലേക്ക് എല്ലാവരും എത്തുന്നത്. ഷാഫി പറമ്പിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ KPCC പ്രസിഡന്റായി കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നേരത്തെ സൗവർണിക പറഞ്ഞതുപോലെ, പാലക്കാട് നിന്ന് വടകരയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു വണ്ടി കയറി ഇറങ്ങി, ആ വണ്ടി അവിടെ കാലുകുത്തിയതിനു ശേഷം വടകര പിന്നെ കണ്ടത് അത്ഭുതമാണ്, പിറന്നത് ചരിത്രമാണ്. കാര്യം KK ശൈലജയെ പോലുള്ള ഒരു നേതാവിനെ അന്നത്തെ കാലത്ത് വലിയ മൈലേജ് ഉണ്ടായിരുന്ന, ഇന്നത്തെ കാലത്ത് മൈലേജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്ന ഒരു നേതാവിനെ മുട്ടുകുത്തിച്ചു ഷാഫി പറമ്പിൽ. എത്ര പെട്ടെന്നാണ് ഷാഫി ആ വടകരയിലെ ജനങ്ങളുടെ മനസ്സ് കവർന്നെടുത്തത്. ഒരു യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ഇടപഴകുന്ന രീതി, അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന രീതി, അദ്ദേഹം കേൾക്കുന്ന രീതി, അദ്ദേഹം ഒരാൾ സംസാരിക്കുന്ന രീതി, ഒരാൾ ഇപ്പൊ ഷാഫിയുടെ അടുത്ത് നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഷാഫിയെ കാണുന്നത് എന്ന് വെച്ചു. അപ്പൊ ഷാഫി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷാഫി നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ അപ്പൊ നമ്മൾ ചോദിക്കും, ഇദ്ദേഹത്തിന് നമ്മൾ മുമ്പ് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് വിചാരിക്കും.
ഞാൻ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഷാഫി ഭക്ഷണം കഴിക്കുന്ന വീടിനുള്ളിൽ ഷാഫി വസ്ത്രം മാറുന്നു, അതായത് ഈ ഡ്രസ്സ് നനഞ്ഞൊട്ടിയിട്ട് അദ്ദേഹം പയ്യോളിയിൽ ഒരു വീട്ടിൽ മുകളിൽ കയറിയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറുന്ന ആ സാഹചര്യത്തിൽ ആ റൂമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അഭിമുഖം വേണം എന്ന് പറയുന്നത്, ബൈറ്റ് വേണമെന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മളെ ഒരുമിച്ച് ക്ഷണിച്ച്, എന്നിട്ട് ഈ ആളുകളെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയാ, അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്കൊരു രക്ഷയില്ല. നമ്മൾ ആ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കണ്ടു, ഇവരോട് ബൈറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ബൈറ്റ് തന്നതിന് ശേഷമാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. അത് ഒരു രാഷ്ട്രീയ നേതാവ് മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അതാണ് ഷാഫിയുടെ വിജയവും. അല്ല, ഷാഫി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ക്രൗഡ് പുള്ളറാണ്. ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാരും പറയുന്നത് ജൂനിയർ ഉമ്മൻചാണ്ടി ആണെന്നാണ്. ഷാഫി എവിടെ പോയാലും ഷാഫിക്ക് അവിടെ ആളിനെ കൂട്ടാൻ കഴിയുന്നുണ്ട്, ഷാഫിയെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. പാർട്ടി വെറും കോൺഗ്രസ്സുകാരല്ല ഷാഫിയെ പിന്താങ്ങുന്നത് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് എന്ന് പറയുന്നത് ഷാഫിയുടെ പ്ലസ് പോയിന്റ് തന്നെയാണ് ഓരോ സമയത്തും. അതൊക്കെ കോൺഗ്രസിനെ KPCC പ്രസിഡന്റ് ഷാഫി ആക്കിയാൽ മാറ്റം ഉണ്ടാക്കും, അല്ലെങ്കിൽ അതൊക്കെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, ഷാഫി ഞാൻ പറഞ്ഞില്ലേ, മലബാറിൽ ഒട്ടാകെ ഷാഫിയുടെ ഒരു ഷാഫി അവിടെ വന്ന് വടകര MP ആയി മത്സരിച്ചത് മൂലം, അവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മൂലമുള്ള ഒരു പ്രഭാവം, ഷാഫി പ്രഭാവം, അത് മൊത്തമായിട്ട് എവിടെയുണ്ട്, മലബാറിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് ഞാൻ പറയുന്നത്. കാരണം കോൺഗ്രസ് മാത്രമല്ല, യൂത്തിന് ഷാഫി ഭയങ്കര ഇഷ്ടമാണ്. ഷാഫി പറമ്പിൽ ഒരു നല്ല ലീഡറാണ് എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. ചില രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില ആളുകളിൽ നമുക്കൊരു പ്രതീക്ഷയും ക്വാളിറ്റിയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലാ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം പുതിയ തലമുറ, ജൻസി തലമുറയ്ക്ക് അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയം, ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല. അവർ നേതാക്കന്മാരെ നോക്കും, നയിക്കാൻ ശേഷിയുള്ള ആളാണോ നോക്കും, ഇതൊക്കെയാണ് അവർ ചെയ്യാറ്. അങ്ങനെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർക്കൊപ്പം ആ ജനത നിൽക്കും. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം പ്രമുഖ പാർട്ടികളുള്ള BJP ആയിക്കോട്ടെ, CPM ഒക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ പിണറായി വിജയനായാലും നരേന്ദ്രമോദി ആയാലും അവർക്കൊക്കെ പിന്നെ ആളുകൾ അണിനിരന്നത് അവർക്ക് ആ ഒരു ശേഷി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടതാണ്. പിന്നീട് അത് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ നിരന്തരം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാലക്കാട് മത്സരിച്ചപ്പോൾ അവിടെ മൊത്തം കയ്യിലെടുത്തു. നമ്മുടെ പാലക്കാട്ട് അഗ്രഹാരങ്ങളിൽ ഷാഫിയെ കാത്തിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അത്രയും വൈകാരികമാണ് അവർക്ക് അവരോടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ ഷാഫി ഇപ്പം KPCC പ്രസിഡന്റായി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മികച്ചതാവും. അതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ കഴിയും, യൂത്തിനെ കൊണ്ടുവരാൻ കഴിയും, ലീഡർഷിപ്പ് ക്വാളിറ്റി വരുത്താൻ കഴിയും, ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളായിട്ടും മികച്ച ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. ന്യൂനപക്ഷങ്ങൾ എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ ബന്ധത്തിലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി കൃത്യമായി നടപ്പിലാക്കാൻ ഷാഫി പറമ്പിലിന് സാധിക്കും. ഷാഫി ഒരു ക്രൗഡ് പുള്ളറാണ്, മാത്രമല്ല നല്ലൊരു ഫണ്ട് റൈസറും കൂടിയാണ്. കാരണം ഒരു പാർട്ടിക്ക് നിലനിന്ന് പോകണമെങ്കിൽ നല്ല ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫണ്ട് എന്ന് പറയുന്നത് ജനകീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും രാഷ്ട്രീയ പാർട്ടിയുടെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ്. അത് നേടണമെങ്കിൽ അതിനോട് നല്ല ഫണ്ട് റൈസർ ആയിട്ടുള്ള ഒരു ജനകീയ നേതാവായിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ആളുകളെ കേൾക്കുന്ന ഒരു നേതാവായിരിക്കണം. അങ്ങനത്തെ ഒരു നേതാവായിരുന്നു ആര്? ഉമ്മൻചാണ്ടി പല ആളുകളോടും എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണസമയത്താണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഓരോ അനുഭവം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയോട്. അതെല്ലാം കൂടി ഒരു കൂട്ടമായപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ എന്ന് നമ്മൾ ആലോചിച്ചു. ഒരു മുഖ്യമന്ത്രിക്ക് കല്ലേറ് കൊണ്ടിട്ട് ആ മനുഷ്യൻ ആ കല്ലേറും കൊണ്ട് ആ ബസ് വേറെ ഏതെങ്കിലും ഒരു ഈ പറയുന്ന പിണറായി വിജയന്റെ കാറിന് ഒരു ഏറ് കിട്ടിയാൽ ഇവിടെ കേരളം കത്തില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ മനുഷ്യൻ ആ എറിഞ്ഞ ആൾക്ക് മാപ്പ് കൊടുത്ത് ആ എറിഞ്ഞ DYFI-കാരൻ പോയി അദ്ദേഹത്തിന്റെ കാലിൽ വീണു. ഇത് കാലത്തിന്റെ ഒരു വലിയ സാക്ഷ്യമാണ്. എല്ലാത്തിനും കാലം പകരം ചോദിക്കുന്നു പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയെ എറിഞ്ഞ ആ മനുഷ്യൻ പിന്നീട് എന്നെ കൊണ്ട് ഇവരിത് ചെയ്യിപ്പിച്ചതാണ്, എനിക്ക് ആ DYFI പ്രസ്ഥാനമായിട്ട് പോലും പിന്നീട് ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മാപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു CPM-കാരനായിട്ട് പോലും എനിക്ക് മാപ്പ് തരും ഞാൻ പ്രതീക്ഷയില്ലാന്ന്. ഇപ്പം പിണറായി വിജയൻ മാപ്പ് കൊടുക്കുവോ? CPM-കാർ മാപ്പ് കൊടുക്കുവോ? ഉടനെ ഇറങ്ങില്ലേ വെട്ടാനും കുത്താനും? ഇതൊക്കെ ഇങ്ങനെ ആളുകളാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായി ഉയർന്നു വന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേര് ഷാഫി പറമ്പിൽ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള വടകര അടക്കം പിടിച്ച തദ്ദേശ ഇലക്ഷനിൽ ഞെട്ടിച്ച് കളഞ്ഞ, അതായത് ഞാൻ ആലോചിക്കുന്നത്
പേരാമ്പ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് വടകരയ്ക്ക് കീഴിലുള്ള പഞ്ചായത്താണ്. പേരാമ്പ്ര പഞ്ചായത്ത് UDF നേടി, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് UDF നേടി. ഈ പിന്നെ ഈ വടകരയുമായി ബന്ധപ്പെട്ട് വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഈ വടകരയ്ക്ക് കീഴിലെ പല പഞ്ചായത്തുകളിലും, മണിയൂർ പഞ്ചായത്ത്, CPM കോട്ടയായിരുന്ന മണിയൂർ പഞ്ചായത്ത്, വടകരയ്ക്ക് കീഴിലുണ്ടായിരുന്ന അരിക്കുളം ഗ്രാമപഞ്ചായത്ത്, അവിടെ CPM കോട്ടയാണ്. അവിടെ ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം അവിടെ UDF ഉണ്ടാക്കി. അവിടെ ഉള്ളിയേരി ഡിവിഷനും അരിക്കുളം ഡിവിഷനും മേപ്പയൂർ ഡിവിഷനും ഉൾപ്പെടെയുള്ള ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയിച്ചത് UDF ആണ്. നമ്മൾ നോക്കണം, അതൊക്കെ എന്ത് അത്ഭുതമാണ് എന്ന് കരുതുന്ന വിധത്തിലാണ് അവിടുത്തെ CPM പോലും ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിലൊരു ഷാഫി മാജിക് ഉണ്ട്, സത്യമാണത്. അങ്ങനെയുള്ള ഷാഫി KPCC പ്രസിഡന്റായി വരികയാണെങ്കിൽ വളരെ വലിയ കാര്യം ഉണ്ടാകുമെന്ന് ഒരു പൊതു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ സണ്ണി ജോസഫ് അവിടെ മാറുമ്പോൾ, അദ്ദേഹം മത്സരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ വരികയും ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് ഏകോപനം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ഷാഫിയുടെ നേതൃത്വത്തിലും ബാക്കിയുള്ള മറ്റ് നേതാക്കൾ VD സതീശൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയൊക്കെ ഐക്യത്തോടെയുള്ള ഒരു രീതിയിൽ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും അവിടെ UDF അധികാരത്തിൽ വരികയും പറ്റും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. അത് ഹൈക്കമാൻഡ് പരിഗണിക്കുമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാര്യം ഷാഫി അല്ലാതെ വേറെ ഒരു ഷാഫിയെ വെച്ച് നോക്കുമ്പോൾ മറ്റു പല നേതാക്കന്മാരെ ഇപ്പോൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ പരിഗണന ഷാഫിക്ക് അല്ലാതെ വേറെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെയും പേര് പറയാൻ കഴിയില്ല. കാരണം ഇനിയുള്ളത് ഒന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വ്യക്തിയായിരിക്കണം സ്ഥാനം കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, പിന്നെ പരിഗണിക്കേണ്ടി വരുന്നത് പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. യുവാക്കളെ പരിഗണിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ട പേര് ഷാഫിയുടേതായിരിക്കും. ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി, ആന്റണിയൊക്കെ യൂത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ യുവാക്കളായിരുന്ന സമയത്ത് അവർക്ക് വ്യക്തമായി രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യക്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമായിരുന്നു. തങ്ങൾക്ക് ഇത്ര സീറ്റ് വേണമെന്ന് പറയാനുള്ള ആർജവം വന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അതേ ഒരു ലെവലിലേക്ക് മാറി, അല്ലെങ്കിൽ യുവ നേതാക്കളിൽ പാർട്ടിയോട് എന്തും പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന, തനിക്കത് വേണം എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവ് ഷാഫി പറമ്പിലാണ്. കാര്യം നമുക്കറിയാം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കുറെ വിവാദങ്ങളുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അന്ന് ഷാഫിയാണ് രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്. പാലക്കാട് ജയിപ്പിച്ചതും ഷാഫിയാണ്. ഷാഫിയുടെ സ്ഥാനാർത്ഥികൾ ഒരിക്കലും പാളിപ്പോകാറില്ല. അത് ഷാഫിയുടെ ഒരു വിജയം തന്നെയല്ലേ? അല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം CPM വലിയ ഒച്ചയമ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രശ്നക്കാരനാണ് എന്ന് കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലല്ലോ. പുറത്താക്കാനല്ലേ പറഞ്ഞിട്ട് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കേരള സർക്കാർ പോലീസുമാണല്ലോ ചെയ്യുന്നത്, അന്വേഷിക്കട്ടെ, രാഷ്ട്രീയപരമായിട്ടുള്ള സൗഹൃദം അത് എന്ത് തെറ്റ് ചെയ്യാനുമുള്ള ലൈസൻസ് അല്ല എന്ന് കൃത്യമായി ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഷാഫി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവർക്ക് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കുന്നവർക്ക് പിന്നിലെ ലക്ഷ്യം എന്താ? ഷാഫി പറമ്പിലാണ്. ഷാഫി ഇവർ ഭയക്കുന്നുണ്ട്. ഷാഫി വലിയൊരു രാഷ്ട്രീയ ശക്തിയാണെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഷാഫിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഷാഫി എന്ന വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ പലതും നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി മറ്റുള്ളവരോട് ചിന്തിക്കുന്ന രീതികൾ, ഇതൊക്കെ കാണേണ്ടതുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്നിങ്ങനെ കവടി വെച്ച് നിരത്തി നോക്കാനൊന്നും ഷാഫിക്ക് കഴിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അടുപ്പമുള്ള ഒരാളെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി അവിടെ തനിക്ക് ശേഷം പാലക്കാടുള്ള ജനതയ്ക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുമെന്ന് ഷാഫി വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു. ഇനി അടുത്ത ഒരു തവണ വരുമ്പം പാലക്കാടേക്ക് ചിലപ്പോൾ ഷാഫി പറമ്പിൽ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരോടുള്ള, ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ തീരുമാനമെടുക്കുന്നു എന്നല്ല കേട്ടോ. കാരണം പാലക്കാട് മത്സരിച്ച പാലക്കാടിന്റെ സ്വന്തം MLA എന്നുള്ള നിലയിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഷാഫിക്ക് ഒരാളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന തരത്തിൽ ഷാഫി വളർന്നിട്ടുണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തില്. കാര്യം എന്ന് വെച്ചാൽ പാർട്ടി പരിഗണിക്കും സാധാരണഗതിയിലല്ല. ഇപ്പൊ ഷാഫിക്ക് വേണമെങ്കിൽ പാലക്കാട് മറ്റൊരാളുടെ പേര് പറയാം. ഷാഫി പറയുന്ന പേരിനായിരിക്കും തീർച്ചയായും പാലക്കാട് ആദ്യം പരിഗണനയിൽ എടുക്കുക. അതൊരു ഷാഫിയുടെ ഒരു മാജിക് തന്നെയാണ്. അല്ലെങ്കിൽ ഷാഫിക്ക് അത്രത്തോളം സ്വാധീനമുണ്ട്. യുവ നേതാവെന്ന് പറയുമ്പോൾ പോലും മുതിർന്ന നേതാക്കൾക്കൊപ്പം തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഷാഫിക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. തർക്കമില്ല. മാത്രമല്ല ഭാവി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് തവണ കുറച്ചു മുമ്പേ തന്നെ അറിയപ്പെടുന്ന ആളാണ് ഷാഫി പറമ്പിൽ.